ഹലോ, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് തേർഡ് മൊഡ്യൂൾ ഡിഫറൻഷ്യൽ കാൽക്കുലസിലെ ആദ്യത്തെ ടോപ്പിക്കാണ് ലിമിറ്റ്സ് ഓഫ് എ ഫംഗ്ഷൻ. ആദ്യം നമ്മുടെ ഡെഫിനിഷനാണ് നോക്കുന്നത്. അപ്പോൾ ഡെഫിനിഷൻ പറയുകയാണെങ്കിൽ ലിമിറ്റ് എങ്ങനെയാണ് ഒരു ലിമിറ്റിനെ ഡിനോട്ട് ചെയ്യുന്നതെന്ന് നോക്കാം. ആദ്യമേ ലിമിറ്റ് എക്സ് ടെൻസ് ടു എ, ഇത് നമ്മൾ പറയുന്നതാണ് എക്സ് ടെൻസ് ടു എ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എൽ. അതായത് എഫ് ഓഫ് എക്സ് എല്ലിലോട്ട് അപ്രോച്ച് ചെയ്യുമ്പം എക്സ് എയിലോട്ട് അപ്രോച്ച് ചെയ്യുന്നു. അതാണ് അതിൻ്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എളുപ്പമാ, സിമ്പിളായിട്ട് പഠിക്കാം. ഒന്നെങ്കിൽ നമ്മൾ ഇങ്ങനെ എഴുതും, അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം. എൽ ടി എക്സ് ടെൻസ് ടു എ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എൽ. ഇങ്ങനെ വേണമെങ്കിലും നമുക്ക് എഴുതാം. എങ്ങനെ വേണമെങ്കിലും നമുക്കതിനെ ഡിനോട്ട് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പം നമുക്ക് എങ്ങനെ ഇതിൻ്റെ പ്രോബ്ലം ചെയ്യുന്നതെന്ന് നോക്കാം. എളുപ്പമാണ്. എങ്ങനെ നമുക്ക് ഇതിൻ്റെ പ്രോബ്ലം ചെയ്യുന്നതെന്ന് പെട്ടെന്ന് നോക്കാം. ഓക്കെ, നോക്കിക്കോ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കോ. ലിമിറ്റ് എക്സ് ക്യൂബാണ് വേണ്ടത്. ലിമിറ്റ് എക്സ് ടെൻസ് ടു 3 എക്സ് ക്യൂബ്. എക്സ് എങ്ങോട്ടാണ് ടെൻഡ് ചെയ്യുന്നത്? 3ലോട്ടാണ് ടെൻഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? എക്സിൻ്റെ സ്ഥാനത്തോട്ട് 3 ഇട്ട് കൊടുക്കണം. എക്സിൻ്റെ സ്ഥാനത്ത് നമ്മൾ ഇവിടെ 3 ഇട്ട് കൊടുത്തു. അപ്പോൾ നമുക്ക് 3 ക്യൂബ് എന്ന് കിട്ടി, 27 കിട്ടി. എളുപ്പമല്ലേ? ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിക്കേ. ലിമിറ്റ് എക്സ് ടെൻസ് ടു 5. എക്സിൻ്റെ സ്ഥാനത്ത് ആരെ മാറ്റണം? 5നെ ആക്കണം അല്ലേ? അപ്പോൾ നമ്മളൊരു കാര്യം ചെയ്യും. ഈ 2 എക്സിൻ്റെ ആളല്ലാത്തതുകൊണ്ട് 2നെ വെളിയിലിട്ടിട്ട് ലിമിറ്റ് എക്സ് ടെൻസ് ടു 5 എക്സ് സ്ക്വയർന്ന് കൊടുക്കും. അപ്പോൾ നമുക്ക് എങ്ങനെ കിട്ടും? 2 ഇൻറ്റു 5ൻ്റെ സ്ക്വയർ. ഈ എക്സിൻ്റെ സ്ഥാനത്ത് ആരെ കൊടുക്കും? 5നെ കൊടുക്കും. അപ്പോൾ 2 ഇൻറ്റു 5 സ്ക്വയർ നമുക്ക് കിട്ടി. അടുത്ത വേറൊരു ക്വസ്റ്റ്യൻ നോക്കിക്കോ. ലിമിറ്റ് എക്സ് ടെൻസ് ടു 5 എക്സ് എന്നാണ് വിചാരിച്ചത്. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? 5നെ വെളിയിലിടണം. എന്നിട്ട് ലിമിറ്റ് എക്സ് ടെൻസ് ടു 5 എക്സ് എന്ന് കൊടുത്ത്, എന്നിട്ട് 5 ഇൻറ്റു എക്സിൻ്റെ സ്ഥാനത്ത് നമ്മൾ ആരെ മാറ്റണം? 5നെ മാറ്റണം. അപ്പോൾ നമുക്ക് 25 എന്ന് കിട്ടും. ഇങ്ങനെയാണിത് കണ്ടുപിടിക്കുന്നത്. ഓക്കെ, മനസ്സിലായോ? എളുപ്പമല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത നമുക്ക് സമ്മ് വരുന്നതാണല്ലേ. അപ്പോൾ സമ്മ് വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണമെന്നറിയാമോ? ഈ ഇക്വേഷൻ നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് ലിമിറ്റ് കൊടുക്കണം. അതായത് ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 എക്സ് സ്ക്വയർ പ്ലസ് ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 എക്സ്. അങ്ങനെ നമ്മളിതിനെ സ്പ്ലിറ്റ് ചെയ്ത് കൊടുത്തു. അപ്പോൾ സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ ഈ എക്സിൻ്റെ സ്ഥാനത്ത് ആരെ കൊടുക്കണം? 2നെ കൊടുക്കണം. അപ്പോൾ 2 സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു ഇവിടെ എക്സിൻ്റെ സ്ഥാനത്ത് ആരെ മാറ്റി കൊടുക്കണം? 2നെ കൊടുക്കണം. അപ്പോൾ 2 സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു 2, അതായത് 2 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 4, 2 ഇൻറ്റു 2 എന്ന് പറഞ്ഞാൽ 4. അപ്പോൾ നമുക്ക് 8 എന്ന് കിട്ടും. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോ. ഇത് ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ ആണേ. ഇമ്പോർട്ടൻ്റ് യൂണിവേഴ്സിറ്റി ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനാണ്. നോക്കിക്കോ. ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 എക്സ് ടു 4 പ്ലസ് 2x. ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 എക്സ് ടു 4 പ്ലസ് 2x. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ലിമിറ്റിനെ സ്പ്ലിറ്റ് ചെയ്ത് 2 പേർക്കും കൊടുക്കണം. അങ്ങനെ നമ്മൾ 2 പേർക്കും കൊടുത്തു. എന്നിട്ട് എക്സിൻ്റെ സ്ഥാനത്തോട്ട് ആരെ ഇട്ട് കൊടുക്കണം? ഈ 2നെ ഇട്ട് കൊടുക്കണം. അപ്പോൾ 2⁴ പ്ലസ് 2 ഇൻറ്റു 2 എന്ന് കിട്ടും. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോ. ഇത് എളുപ്പം നമുക്ക് സ്കോർ ചെയ്യാവുന്ന ക്വസ്റ്റ്യനേ ഉള്ളൂ. അടുത്ത ക്വസ്റ്റ്യൻ ഇത്. ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 2 എക്സ് സ്ക്വയർ മൈനസ് എക്സ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ലിമിറ്റിനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് കൊടുത്തു. 2 എക്സിൻ്റെ ആളല്ലാത്തതുകൊണ്ട് വെളിയിലിട്ടു. പിന്നെ എക്സിൻ്റെ സ്ഥാനത്തോട്ട് 1 കൊടുത്തു. അപ്പോൾ 2 ഇൻറ്റു 1 സ്ക്വയർ എന്ന് കിട്ടി, മൈനസ് 1 എന്ന് കിട്ടി. ഇവിടെ നമ്മൾ പ്രോഡക്റ്റ് ആണല്ലേ. പ്രോഡക്റ്റ് ആകുമ്പോൾ എന്ത് ചെയ്യണം? ലിമിറ്റിനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് കൊടുത്തു. എന്നിട്ട് 2 ഇൻറ്റു എക്സിൻ്റെ സ്ഥാനത്തോട്ട് ആരെ കൊടുത്തു? 2നെ കൊടുത്തു. ഇവിടെ എക്സിൻ്റെ സ്ഥാനത്ത് ആരെ കൊടുത്തു? 2നെ കൊടുത്തു. അപ്പം നമുക്ക് 24 എന്ന് കിട്ടി. എന്നിട്ട് സാധാ പോലെ മൾട്ടിപ്ലൈ ചെയ്തു. ഓക്കെ, ഒന്നുമില്ല. എക്സിൻ്റെ സ്ഥാനത്ത് ഏതാണോ ലിമിറ്റിംഗ് വാല്യൂ അതങ്ങോട്ട് ഇട്ട് കൊടുത്താൽ മതി. എക്സ് ടെൻസ് ടു ഏത് വാല്യൂ ആണോ പറയുന്നത് അത് എക്സിന് ഇട്ട് കൊടുക്കുക. അത്രേ ഉള്ളൂ ലിമിറ്റ് ചെയ്യാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ. അടുത്ത ഇത് നോക്കിക്കേ. ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം? ഇത് ഡിവിഷൻ ആണല്ലേ. അപ്പോൾ എന്ത് ചെയ്യണം? ലിമിറ്റിനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്യണം. സ്പ്ലിറ്റ് ചെയ്ത് 2 പേർക്കും കൊടുക്കണം. ലിമിറ്റ് എക്സ് ടെൻസ് ടു 5 എക്സ് സ്ക്വയർ പ്ലസ് 1ഉം ലിമിറ്റ് എക്സ് ടെൻസ് ടു 5 എക്സ് സ്ക്വയർ മൈനസ് 1 ഡിനോമിനേറ്ററിനും ന്യൂമറേറ്ററിനും കൊടുത്ത്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഈ എക്സിൻ്റെ സ്ഥാനത്തോട്ട് 5 ഇട്ട് കൊടുക്കണം. അപ്പം 5 സ്ക്വയർ പ്ലസ് 1 എന്നും വരും. ഇവിടെ 5 ഇട്ട് കൊടുക്കുമ്പോൾ 5 സ്ക്വയർ മൈനസ് 1 എന്നും വരും. അപ്പം 26/24 എന്ന് കിട്ടും. ഓക്കെ, ഇനി അടുത്ത വേറൊരു ക്വസ്റ്റ്യൻ കണ്ടോ. അപ്പോൾ അതിന് ആൻസർ എന്തോ നിങ്ങൾ കമൻറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്കത് കറക്റ്റ് ആണോ അല്ലയോ നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ.
മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.